സുവിശേഷ പ്രസംഗ സംഘത്തിനോടൊപ്പം ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ധർമ്മഗിരി മന്ദിരം. എന്താണ് ധർമ്മഗിരി മന്ദിരം? അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്താണ്? മാരാമൺ കൺവെൻഷനിലെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നത് ഇവിടുത്തെ സൂപ്രണ്ട് അച്ഛനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുമ്മനാട് ധർമ്മഗിരി മന്ദിരം മർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 1948 പ്രാരംഭം കുറിക്കുവാൻ ഇടയായി തീർന്ന പ്രസ്ഥാനമത്രേ. പ്രത്യേകിച്ചും കേട്ടതായിട്ടുള്ള വചനം ഫലപ്രാപ്തിയിലെത്തിയതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മാരാമൺ കൺവെൻഷൻ കുമ്പനാട് ധർമ്മഗിരി മന്ദിരം. മാരാമൺ കൺവെൻഷനിൽ കടന്നു വരുന്നതായിട്ടുള്ള യാചകരായിട്ടുള്ള ആൾക്കാരെ കരുതുവാൻ ആദ്യകാലങ്ങളിൽ പന്തൽ ഇട്ടുകൊടുക്കുകയും അവരതിൽ കിടന്നുകൊണ്ട് ഭിക്ഷ യാചിക്കുകയും ചെയ്തു. എന്നാൽ കാലക്രമത്തിൽ അവരെ കരുതേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയവർ കുമ്പനാടിനടുത്ത് ചേന്നമലയിൽ 2 ഏക്കർ സ്ഥലം വാങ്ങി 3 ഓലക്കുടലുകൾ വെച്ച് അവിടെ ഈ ധർമ്മക്കാരായിട്ടുള്ള ആൾക്കാരെ പാർപ്പിച്ചുകൊണ്ട് ആരംഭിച്ച പ്രവർത്തനമാണ് കുമ്പനാട് ധർമ്മഗിരി മന്ദിരം. ഇന്നിപ്പോൾ ഏതാണ്ട് 120ഓളം അംഗങ്ങളും 27 പ്രവർത്തകരുമായിട്ട് 150ഓളം ആൾക്കാർ അവിടെ പാർക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അനേകരുടെ പ്രാർത്ഥന കൈതുറന്നുള്ള സഹായമാണ് ഈ സ്ഥാപനത്തെ നിലനിർത്തുന്നത്. പ്രത്യേകിച്ച് എല്ലാ വർഷവും മാരാമൺ കൺവെൻഷനിൽ കടന്നു വരുന്ന വിശ്വാസികൾക്ക് ഏറ്റവും രുചികരമായിട്ടുള്ള ഭക്ഷണം ഈ സ്റ്റാളിലൂടെ വിതരണം ചെയ്യുവാൻ ഞങ്ങൾക്ക് ഇടയായിത്തീരുന്നു. നാടൻ സാധനങ്ങൾ ഉപയോഗിച്ച് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതായിട്ടുള്ള രുചികരമായിട്ടുള്ള ഭക്ഷണമാണ് ഞങ്ങൾ വിതരണം ചെയ്യുന്നത്. അതിൽ ഉപദേശക സമിതി അംഗങ്ങൾ, സഹൃദരായിട്ടുള്ള ധാരാളം അംഗങ്ങൾ വോളണ്ടിയേഴ്സായിട്ടും ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് 130ാമത് മാരാമൺ കൺവെൻഷനിലും ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹകരമായിട്ട് ഭക്ഷണം വിതരണം ചെയ്യുവാൻ ദൈവം തമ്പുരാൻ കൃപ ചെയ്തു വരുന്നു. സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു.